സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു, അതായത് രാവിലത്തെ പുട്ട് ബാക്കിയുണ്ടായിരുന്നു. അപ്പം പുട്ട് ബാക്കിയുണ്ടായിരുന്ന സമയത്ത് അത് പിന്നെ വൈകുന്നേരം കറിയും കൂട്ടി അങ്ങനെ ആരും കഴിക്കാൻ നിൽക്കില്ല. അപ്പം അതിന് പകരം ഞാൻ ഉച്ചക്കാക്കിയ കറി ഒന്ന് മിക്സ് ആക്കുന്നു, പുട്ട് മിക്സ്. ഇപ്പോൾ ചെമ്മീൻ കറിയാണ് സാധാരണ, ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ അതാണ് ഉപയോഗിച്ചത്. അതിന് പകരം പിന്നെ ഇന്ന് ചെമ്മീൻ കറി ഉച്ചക്ക് ഉണ്ടായത്. അപ്പോൾ ആ ചെമ്മീൻ കറിയും കൂട്ടിയിട്ട് ഒന്ന് പുട്ട് ഇതാക്കണം. അതായത് ചെമ്മീൻ കറി ലേശം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് ചാറടക്കം, അതിനുശേഷം അതൊന്ന് ചൂടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ചീനച്ചട്ടിയിൽ. അപ്പം ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആ പുട്ട് വേസ്റ്റ് ആവില്ല, അത് പിന്നെ അവരെ കഴിച്ചോളും. എന്നിട്ട് അതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്, കറിയിൽ കറിവേപ്പില ഉണ്ട് എന്നാൽ കൂടി കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ പുട്ട്, അതായത് പുട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് തട്ടി. സാധാരണ തട്ടുകടയിൽ നിന്നെല്ലാം നമ്മൾ കഴിക്കലുണ്ട്, പുട്ടും ബീഫും പുട്ടും പിന്നെ ചിക്കൻ എന്നെല്ലാം പറഞ്ഞിട്ട് കഴിക്കലുണ്ട്. അപ്പം ഒന്നുമില്ലെങ്കിൽ ഞാനൊരു മുട്ടയെങ്കിലും പിന്നെ ഇതേപോലെ മുട്ട ആക്കിയിട്ട് ആ മുട്ടയിൽ പിന്നെ ഇത് പുട്ടിട്ടിട്ട് ഇതായിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രാവിലത്തെ ഇത് വേസ്റ്റ് ആവില്ല. അത് കുറച്ച് ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചാറ് ഒഴിച്ച് കൊടുക്കുക. ചില ആൾക്കാർക്ക് ഡ്രൈ ഇഷ്ടമല്ല, പിന്നെ നമ്മൾ ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചാറ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ അത്ര ഡ്രൈ ആവില്ല. ഒന്നുമില്ല, എളുപ്പപ്പണിയാണ്. കറി നേരത്തെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എളുപ്പപ്പണിയാണ് വൈകുന്നേരം. അല്ലെങ്കിൽ പിന്നെ മുട്ടയിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വറുത്തിട്ട് വേണം പിന്നെ മുട്ടയാക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അത് ഏകദേശം കുറച്ച് ചൂടായതിന് ശേഷം കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ ഉള്ളി സവാള ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, അത് വേവിക്കാൻ പാടില്ല, അത് അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ പച്ചമുളക്, അത് വേവിക്കാൻ കിട്ടും, ഒരു കയ്യിലിരുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. അതിന് ശേഷം അതൊന്ന് റോസ്റ്റ് പോലെ ആയി. അധികം ഇതാക്കേണ്ട, എന്നിട്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ക്ലോസ്. ഇതാണ് 4 മണിക്ക്. ഇതിന് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി.